ഇനി നമുക്ക് രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിക്കാം. It is the elevation in boiling point. എന്താണ് ബോയിലിംഗ് പോയിന്റ്? എന്താണ്? ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ എപ്പോഴാണോ ATM പ്രഷറിന് ഈക്വൽ ആവുന്നത് ആ ടെമ്പറേച്ചർ ആണ് ആക്ച്വലി എന്ത് ബോയിലിംഗ് പോയിന്റ് അല്ലെ. ഒരു ലിക്വിഡ് നമ്മൾ എടുക്കുന്നു, സാധാരണ രീതിയിൽ അത് ഇവാപറേഷൻ നടക്കും. അതിന്റെ ഫലമായിട്ട് മുകളിൽ വേപ്പർ ഉണ്ടാവും. വേപ്പർ താഴോട്ട് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് എന്ത് വേപ്പർ പ്രഷർ. നമ്മൾ ഇതിനെ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കണോ? ചൂടാക്കുമ്പോൾ കൂടുതൽ വേപ്പേഴ്സ് വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകും. കൂടുതൽ ലിക്വിഡ് മോളിക്യൂൾസ് വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകും. അപ്പൊ താഴോട്ടുള്ള പ്രഷർ കൂടിക്കൊണ്ട് വരും. അങ്ങനെ എപ്പോഴാണോ വേപ്പർ പ്രഷർ എക്സ്റ്റേണൽ പ്രഷറിന് ഈക്വൽ ആവുന്നത് ആ ഈക്വൽ ആകുമ്പോൾ ലിക്വിഡിൽ ബോയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. ഓക്കെ, ആ ഈക്വൽ ആകുന്ന ടെമ്പറേച്ചർ ആണ് എന്ത് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സോൾവെന്റ് ഉണ്ട്. ബോയിലിംഗ് പോയിന്റ് നിന്ന് ക്ലിയർ ആയാലേ എലിവേഷനും ബോയിലിംഗ് പോയിന്റ് മനസ്സിലാവത്തുള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു പ്യുവർ സോൾവെന്റ് ഉണ്ട്, which is A. അതിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്, പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ് TCOB, ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ് TCOB. ഇതിലേക്ക് നമ്മൾ ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്യും. കേൾക്കണം, നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്യും. അപ്പൊ ഇത് സൊല്യൂഷൻ ആയില്ലേ? ഇനി ആ സൊല്യൂഷനെ നിങ്ങൾ തിളപ്പിക്കുന്നു. അത് തിളക്കുന്ന ടെമ്പറേച്ചർ, അതായത് സൊല്യൂഷന്റെ ടെമ്പറേച്ചർ ആണ് TB. നിങ്ങൾ പറ ഏതായിരിക്കും കൂടുതൽ? സൊല്യൂട്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള സോൾവെന്റിന്റെ പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് ആണോ അല്ല സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ആയ TB ആണോ? ഇതിൽ ഇതാണോ അല്ല ഇങ്ങനെയാണോ? നിസ്സംശയം പറയാം എന്താണ് വലുതേതാണ്? സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. എന്തുകൊണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. എന്തുകൊണ്ട്? സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് കൂടാനുള്ള കാരണം എന്താണ്? വേപ്പർ പ്രഷർ കുറയുന്നു. സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ കുറയും. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, ഈ സൊല്യൂഷനിൽ എയും നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ബിയും ഉണ്ട്. ഇത് ആഡ് ചെയ്യുമ്പോൾ മുകളിലുള്ള വേപ്പേഴ്സിന്റെ എണ്ണം കുറയുമല്ലോ, അതായത് വേപ്പർ പ്രഷർ കുറയുമല്ലോ. അപ്പൊ എന്ത് വേണം? ഇത് ഒരുപാട് ചൂടാക്കിയാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? കൂടുതൽ ലിക്വിഡ് മോളിക്യൂൾസ് മുകളിലേക്ക് എത്തുള്ളൂ. അങ്ങനെ ഒരുപാട് ചൂടാക്കിയാൽ മാത്രമേ ഇതിന്റെ മുകളിൽ വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷർ എക്സ്റ്റേണൽ പ്രഷർ ആയിട്ടുള്ള ATM പ്രഷറിന് ഈക്വൽ ആവത്തുള്ളൂ. ഓക്കെ, സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ മുകളിലുള്ള വേപ്പേഴ്സിന്റെ എണ്ണം കുറയുന്നു. എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും വേപ്പർ പ്രഷർ കുറയുന്നു. ആ വേപ്പർ പ്രഷറിനെ എന്താക്കണം? കൂട്ടിയിട്ട് എവിടേക്ക് എത്തിക്കണം? ATM പ്രഷറിലേക്ക് എത്തിക്കണം. അതിന് ഈക്വൽ ആക്കിക്കണം. അതിനൊരുപാട് ചൂടാക്കേണ്ടി വരും, അതായത് ടെമ്പറേച്ചർ കൂടിക്കൊണ്ട് വരും, അതായത് ബോയിലിംഗ് പോയിന്റ് കൂടും. Okay, so when a non-volatile solute is added to a pure solvent, the boiling point of the solution is always greater than the boiling point of the corresponding pure solvent. That means T0B is always less than TB. അപ്പോൾ ഇതാണ് വലുതെന്ന് പറഞ്ഞില്ല. എത്ര വലുതാണ്? ഇതിനേക്കാൾ എത്ര വലുതാണ്? TB minus T0B. അല്ലേ? TB minus T0B, and that difference is called elevation in boiling point. ബോയിലിംഗ് പോയിന്റിലുള്ള ആ വ്യത്യാസമാണ് ബോയിലിംഗ് പോയിന്റിലുള്ള എലിവേഷൻ, and that is denoted by delta TB. Okay, അപ്പൊ എന്താണ് ഈ എലിവേഷൻ ബോയിലിംഗ് പോയിന്റിന്റെ ടോപ്പിക് എന്താണെന്ന് ക്ലിയർ ആയി. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റിൽ ഉണ്ടാകുന്ന ഇൻക്രിമെന്റ് ആണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അപ്പൊ സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, വെള്ളം തിളപ്പിച്ചിട്ട് വേണം ചായപ്പൊടി ഇടാൻ. ചായപ്പൊടി ഇട്ട് കഴിഞ്ഞ ശേഷം വെള്ളം തിളപ്പിക്കുമ്പോൾ എന്താവും? വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടും. 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കേണ്ട വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് തിളക്കത്തില്ല. ഓക്കെ, അപ്പോ ഈ
എലിവേഷൻ, അതായത് ബോയിലിംഗ് പോയിന്റിൽ ഒരു എലിവേഷൻ ഉണ്ടായി. നമ്മൾ ആഡ് ചെയ്യുന്ന ചായപ്പൊടിയുടെ അളവ് കൂടുന്തോറും എന്ത് സംഭവിക്കും? ബോയിലിംഗ് പോയിന്റിലുള്ള എലിവേഷൻ കൂടിക്കൊണ്ട് വരും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയത് എന്ന് നമുക്ക് എന്താ പറയുക സ്റ്റേറ്റ് ചെയ്യണം. എലിവേഷനും ബോയിലിംഗ് പോയിന്റ് എന്നുള്ള ടോപ്പിക്ക് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. അതിനുള്ള ഇക്വേഷനും പറഞ്ഞു. ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു ടി ബി മൈനസ് T0 ബി. എന്തുകൊണ്ട് ഇത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയി? വളരെ സിമ്പിൾ ആണ്. എന്തുകൊണ്ട് ഡിഫറൻസ് ഉണ്ടായി? എന്തുകൊണ്ടാണ് ഡിഫറൻസ് ഉണ്ടായി? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷറിലെ ഡിക്രിമെന്റ് ഉണ്ടായതല്ലേ? അല്ലേ? അതായത് ഡെൽറ്റ പി അല്ലേ അതിന് കാരണം? വേപ്പർ പ്രഷറിലുള്ള ചേഞ്ച് അല്ലേ? ഡെൽറ്റ പിനെ എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? എക്സ് ബി അല്ലേ? എക്സ് ബി മാറുമ്പോൾ ഡെൽറ്റ പി മാറും. ഡെൽറ്റ പി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെൽറ്റ ടി ബി മാറും. So the delta TB, the value of delta TB depends on delta P. So this delta P is a colligative property. ഇത് നമുക്ക് ഗ്രാഫിക്കലായിട്ടും പറയാൻ പറ്റും. ഇതേ പറഞ്ഞ സാധനത്തിന് ഇത് എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് നമുക്ക് ഗ്രാഫിക്കലായിട്ടും പറയാൻ പറ്റും. നോക്കാം അതെങ്ങനെ ഞാൻ പറയുന്നു നോക്കോ. ഗ്രാഫിക്കലായിട്ട് ഞാനത് സ്റ്റേറ്റ് ചെയ്യുന്ന എങ്ങനെ നോക്കോ. അതിന് ഞാൻ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ എടുക്കുന്നു. ടെമ്പറേച്ചർ. വൈ ആക്സിസിൽ ഞാൻ എടുക്കുന്നത് വേപ്പർ പ്രഷറാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ പിയർ സോൾവെന്റ് ആണ് ഉള്ളത്. ഏതാണ്? പിയർ സോൾവെന്റ്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഞാൻ പിയർ സോൾവെന്റ് എടുത്തത്. ഈ ടെമ്പറേച്ചറിലാണ് പിയർ സോൾവെന്റ് ഉള്ളത്. ചൂടാക്കിയിട്ടൊന്നുമില്ല. ഓക്കെ, ആ പിയർ സോൾവെന്റിന്റെ ഇപ്പോഴുള്ള വേപ്പർ പ്രഷറാണ് ഇത്. ഓക്കെ, ഈ ടെമ്പറേച്ചറിൽ വേപ്പർ പ്രഷർ ഇതാണ്. അപ്പൊ ഗ്രാഫ് എവിടെയാണ് മുട്ട? ഇതെവിടെ? ഇതാണ് ATM പ്രഷറിന്റെ വാല്യൂ. ആണ് ATM പ്രഷർ. അപ്പോ ഇപ്പൊ സോൾവെന്റ് ഉള്ളത് ഇവിടെയാണ്, ഈ ടെമ്പറേച്ചറിലാണ്. കറസ്പോണ്ടിങ് പ്രഷറാണ്. ഞാൻ ചൂടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ വേപ്പർ പ്രഷർ എന്താവും? Vapor pressure of the solvent increases. Okay, the increasing ഇങ്ങനെ വരും. അങ്ങനെ ടെമ്പറേച്ചർ കൂടുന്നു, വേപ്പർ പ്രഷർ കൂടുന്നു. കൂടിയിട്ട് എപ്പോഴാണോ വേപ്പർ പ്രഷർ ATM പ്രഷറിന് ഈക്വൽ ആകുന്നത് അപ്പോൾ സോൾവെന്റ് തിളക്കാൻ തുടങ്ങും. ഓക്കെ, ഇത് സോൾവെന്റിന്റെ കാര്യമാണ് പറഞ്ഞത്. സോൾവെന്റ്, പ്യൂർ സോൾവെന്റ് അല്ലെ? അപ്പൊ ഇതിന്റെ വേപ്പർ പ്രഷർ കൂടിയിട്ട് ATM പ്രഷറിന് ഈക്വൽ ആകുന്ന ആ ടെമ്പറേച്ചർ ഏതാണോ അതാണ് ഇതിന്റെ ബോയിലിംഗ് പോയിന്റ്, which is the T0B, പ്യൂർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ്. ഇത് അതേ സോൾവെന്റ് എടുക്കുക, അതേ സോൾവെന്റ് ഇതേ ഈ ടെമ്പറേച്ചറിൽ എടുക്കുക. അതിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന ഉടനെ തന്നെ എന്ത് സംഭവിക്കും? അതിന്റെ വേപ്പർ പ്രഷർ കുറയും. ഇപ്പൊ അത് സൊല്യൂഷനായി അല്ലെ? അപ്പൊ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ഈ ടെമ്പറേച്ചറിൽ, സൊല്യൂഷന്റെ ടെമ്പറേച്ചറിൽ ഇപ്പൊ ഇവിടെ ഈ ടെമ്പറേച്ചറിൽ ആ സൊല്യൂഷൻ എടുത്തു. ഈ സോൾവെന്റിലേക്ക് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്തോ, സൊല്യൂട്ട് ആഡ് ചെയ്തു. എന്നിട്ട് ഇത് നേരത്തെ പറഞ്ഞ അതേ ടെമ്പറേച്ചറിൽ എടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് കുറയും? വേപ്പർ പ്രഷർ കുറയും. എന്ത്? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നു. പഠിച്ചതല്ലേ? നെക്സ്റ്റ്, അപ്പൊ ഈ ടെമ്പറേച്ചറിൽ സൊല്യൂഷൻ എവിടെയാണുള്ളത്? സൊല്യൂഷൻ ഇവിടെയാണ്. ഇതേ ടെമ്പറേച്ചറിൽ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ കൂടുതലാണ്, ആ ടെമ്പറേച്ചറിൽ സൊല്യൂഷൻ്റെ കുറവാണ്. അതെല്ലാം നമ്മൾ നേരത്തെ കുറെ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതെന്താക്കുന്നു? ഇനി സൊല്യൂഷനെ ചൂടാക്കിയിട്ട് എങ്ങനെ ചൂടാക്കിയതാ? ഞാനിത് ഈ ടെമ്പറേച്ചറിലേക്ക് എത്തി. ഈ ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ വേപ്പർ പ്രഷർ കൂടിയിട്ട് ATM പ്രഷറിലേക്ക് എത്തിയില്ല. വേപ്പർ പ്രഷർ കൂടിയിട്ടുണ്ട്, പക്ഷെ ATM പ്രഷറിലേക്ക് എത്തിയിട്ടില്ല. ATM പ്രഷറിലേക്ക് എത്താൻ ഇനിയും ചൂടാക്കണം.
ടെമ്പറേച്ചർ ഇനിയും കൂട്ടണം. ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുമ്പോൾ വേപ്പർ പ്രഷർ കൂടിയിട്ട് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ അവസാനം ATM പ്രഷർ ഈക്വലായി. ഇതാണ് സൊല്യൂഷൻ. അവസാനം എന്തിന് ഈക്വലായി? ATM പ്രഷറിന് ഈക്വലായി. ഓക്കെ, അങ്ങനെ ഈക്വലാകുന്ന ആ ടെമ്പറേച്ചറാണ് സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ്, വിച്ച് ഈസ് TB. നോക്ക്, TB കൂടുതലല്ലേ, T0B കുറവാണ്. ഇവർ തമ്മിലുള്ള ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസ് ആണ് ഡെൽറ്റ TB. ബോയിലിംഗ് പോയിന്റിലുള്ള ഡിഫറൻസ് ആണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് കൂടി, അതിന് കാരണമാരാണ് ഇതല്ലേ, സോൾവെന്റിനേക്കാളും സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറഞ്ഞത് കൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത്. അതായത് വേപ്പർ പ്രഷറിലുള്ള ഡിക്രിമെന്റ് നമ്മൾ എന്താ കാണിക്കുക? അതിനെ കാണിക്കുന്നത് എന്താ? ഡെൽറ്റ P. സോ ഡെൽറ്റ TBക്ക് കാരണം ആരാണ്? അത് ഡെൽറ്റ P ആണ്. അപ്പൊ ഇത് കൂടുന്തോറും നോക്കിതാ, ഇത് കൂടുന്തോറും ഇത് കൂടിക്കൊണ്ട് വരും, ഇത് കുറയുന്തോറും ഇത് കുറഞ്ഞുകൊണ്ട് വരും. Delta TB is directly proportional to delta P. പക്ഷെ നിങ്ങൾക്ക് അറിയാം ഡെൽറ്റ P by P0A is equal to XB. Delta P is equal to P0 into XB. P0 കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടേ അപ്പൊ എന്താണ്? ഡെൽറ്റ P is actually proportional to XB. എടാ, പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ ഈക്വൽ ടു മാറും. കോൺസ്റ്റന്റ് മാറുമ്പോൾ ഈക്വൽ ടു മാറും, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വരും അല്ലേ. സോ ഡെൽറ്റ P is proportional to XB. അപ്പൊ ഇങ്ങനെ ഇതാ ഡെൽറ്റ TB is proportional to XB. നോക്കപ്പോ ഡെൽറ്റ TB, the value of delta TB depends on the mole fraction of the solute, which depends on the number of moles of solute. So this delta TB is a qualitative property. ഓക്കെ, അപ്പൊ ആ ഗ്രാഫിൽ നിന്ന് ക്ലിയർ ആണല്ലോ. അപ്പൊ XB കൂടുന്തോറും ഡെൽറ്റ P കൂടും, അതിനനുസരിച്ചിട്ട് എന്താവും? ഡെൽറ്റ TB കൂടും. ഓക്കെ, ഒരു വെള്ളത്തിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ട് അതിനെ തിളപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടിക്കൊണ്ട് വരും. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഇനെന്ത് വേണം? ബോയിലിംഗ് പോയിന്റ്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൽ നിന്ന് സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കണ്ടെത്തണം. അതെങ്ങനെ നോക്കാം? ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഡിറ്റർമിനേഷൻ ഓഫ് molecular mass of solute. Determination of molecular mass of solute. അതിനെന്താ ചെയ്യുന്നതെന്നറിയാം. നമ്മളിപ്പോ നേരത്തെ എഴുതാ സംഗതി ഉണ്ടല്ലോ, delta TB is proportional to delta P. തൊട്ട് മുമ്പ് ഞാൻ കാണിച്ചിരുന്നു is proportional to XB. അങ്ങനെ അറിയില്ലേ? delta P by P0A is equal to XB. Delta P is equal to XB into P0A. Delta P is proportional to XB. Okay. Then ഇനി നമുക്ക് എന്താ? Equal to a constant K into XB. കോൺസ്റ്റന്റ് ഞാൻ നേരത്തെ പറഞ്ഞു P0A കേട്ടാ, പറഞ്ഞല്ല നേരത്തെ ഹൗസിലല്ലേ പറഞ്ഞു. ഓക്കെ, ലീവ് ഇറ്റ്. Delta TB is equal to K into XB. ഇനി എന്താണ് XB? XB എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് divided by number of moles of total number of moles of solution. ഇനി dilute സൊല്യൂഷന്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു NB is far less than NA അല്ലേ. ഫോർ dilute solutions ഇത് വളരെ ചെറുതാണ്. അപ്പൊ ഇതിന്റെ കൂടെ ഇത് ആഡ് ചെയ്യുന്നത് നെഗ്ലെക്ട് ചെയ്യാം.
അപ്പൊ എന്താണ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു കെ ഇൻറ്റു എൻ ബി ഡിവൈഡഡ് ബൈ എൻ എ. ഇനെന്താണ് നമ്പർ ഓഫ് മോൾസ് n is equal to mass in gram divided by molecular mass ആണല്ലോ. equal to K into WB by MB by WAMA, which is equal to K into MA, K into MA, WB by MB into WA. ഇത് കോൺസ്റ്റന്റ് ആണ്. ഇതെന്താണ് സോൾവെന്റിന്റെ മോളിക്കുലാർ മാസ്. സോൾവെന്റ് ഏതുമായിക്കൊള്ളട്ടെ അതാത് സോൾവെന്റിന്റെ മോളിക്കുലാർ മാസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. വെള്ളത്തിന്റെ മോളിക്കുലാർ മാസ് 18 എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ബെൻസീൻ്റെ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതെന്താണ് ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസ്റ്റന്റ് ഈസ് അനദർ കോൺസ്റ്റന്റ്. അതിനെ ഞാൻ ക്യാപിറ്റൽ കെ എന്ന് വിളിക്കുന്നു. സോ ക്യാപിറ്റൽ കെ ഇൻറ്റു ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ. ഇനി ഉണ്ടാക്കണം ഞാൻ ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു 1000 ബൈ ഡബ്ല്യു എ. വളരെ ശ്രദ്ധിച്ചു നോക്ക്. ഈ സാധനം എന്താ mass of solute in gram divided by molecular mass of solute into 1000 by mass of solvent, which is the molality അല്ലേ. അപ്പൊ എന്താണ് this is molarity m. So this is equal to k by 1000 into molarity m. ഇനി ഈ കെ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, 1000 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ രണ്ടും ചേർന്നിട്ട് വേറെ കോൺസ്റ്റന്റ് വിച്ച് ഈസ് കെ ബി ഇൻറ്റു എം. സോ ദിസ് ഈസ് ഡെൽറ്റ ടി ബി. സോ നമുക്ക് ഡെൽറ്റ ടി ബിക്ക് വളരെ ചെറിയൊരു എക്സ്പ്രഷൻ കിട്ടി. അതില് കെ ബിക്ക് പറഞ്ഞ പേരാണ് കെ ബി ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ പറഞ്ഞ പേരാണ് മറന്നുകൂടാ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ഓഫ് ദി സോൾവെന്റ്. മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ഓഫ് ദി സോൾവെന്റ്, ഓഫ് ദി സോൾവെന്റിന്റെ എലിവേഷൻ കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ വേറൊരു പേരാണ് എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഓഫ് ദി സോൾവെന്റ്. അപ്പൊ എന്താണ് ഓരോ നോക്കി. ഇതെന്താണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ഓഫ് ദി സോൾവെന്റ് ആൻഡ് മൊളാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ. ഇനി ഉണ്ടല്ലോ ഞാൻ ഈ നമുക്കായിട്ടില്ല, നമുക്കിത് കണ്ടുപിടിക്കാൻ ഇതിലേക്ക് എത്തിയിട്ടില്ല, ഇതിലേക്ക് എത്തണം. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഇടാന്ന് പറഞ്ഞാല് ആ മുകളിലുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു 1000 ബൈ ഡബ്ല്യു എ. നമുക്ക് ഏതാ വേണ്ടത്? എം ബി ആണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ കിട്ടും. എം ബി ഇസ് ഈക്വൽ ടു എം ബി പ്രയാസമില്ല. നമുക്ക് എം ബി ഇസ് ഈക്വൽ ടു കെ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ബി അല്ലേ. എം ബി കെ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 by WA
Okay, so this is the liquid equation. Okay, ഇനിയില്ലേ നമ്മളിപ്പോൾ ഒരു പുതിയ കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്താൽ അത് എന്ത് എന്ന് പറയണം. സോൾവെന്റിന്റെ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സോൾവെന്റിന്റെ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഞാൻ പറയട്ടെ, അതിന് ഈക്വേഷനിലേക്ക് പോവാം. ഈക്വേഷനിൽ if m is equal to m എന്താ മോളാരിറ്റി, m is 1 മോളാർ, മോളാരിറ്റി 1 മോളാലാണ് എങ്കിൽ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് kb? kb is equal to delta tb. kb എന്ത് തന്നെയാണ്? ഡെൽറ്റ tb ആണ്. അപ്പോൾ എന്താണ് സോൾവെന്റിന്റെ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, എന്താണ്? സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റിലുള്ള ഇൻക്രിമെന്റ് തന്നെയാണ്. എപ്പോൾ അതിന്റെ മൊളാരിറ്റി, സൊല്യൂഷന്റെ മൊളാരിറ്റി 1 മോളാരാണെങ്കിൽ മാത്രം. അതിന്റെ മീനിങ് എന്താ? നമ്മൾ 1 കിലോഗ്രാം സോൾവെന്റ് എടുത്തു. 1 കിലോഗ്രാം സോൾവെന്റ് എടുത്തു. ഏത്? ഫോർ എക്സാമ്പിൾ വെള്ളം. 1 കിലോഗ്രാം വെള്ളം എടുത്തു. ആ 1 കിലോഗ്രാം വെള്ളത്തിലേക്ക് നിങ്ങൾ 1 മോൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. ഏത് സൊല്യൂട്ടും അല്ല, 1 മോൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. ഫോർ എക്സാമ്പിൾ ചായപ്പൊടി, അല്ലെങ്കിലോ പഞ്ചസാര, അല്ലെങ്കിലോ ഉപ്പ്, ഇങ്ങനെ ഏതെങ്കിലും നോൺ വോളറ്റൈൽ സൊല്യൂട്ട് നിങ്ങൾ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റിൽ എത്രയാണോ ഇൻക്രിമെന്റ് ഉണ്ടാകുന്നത്, ആ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയായിട്ട് കൂടുന്നു, അതിനെയാണ് എന്ത് പറയുന്നത്? വെള്ളത്തിന്റെ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. അപ്പൊ പൊതുവായിട്ട് പറഞ്ഞാൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഓഫ് എ സോൾവെന്റ് is actually the elevation in boiling point of the solution when 1 mole of non-volatile solute is added to 1 kilogram of the solvent. Okay, ഇനി നമുക്ക് അതിന്റെ യൂണിറ്റ് കണ്ടെത്തണം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞു, ഇതിന്റെ യൂണിറ്റ് കണ്ടെത്തണം. യൂണിറ്റ് വലിയ പണിയൊന്നുമില്ല. എന്താണ് ഇതിൽ നിന്ന്? kb is equal to delta tb divided by m. ഇതിന്റെ യൂണിറ്റ് എന്താ? കെൽവിൻ. അപ്പൊ എന്താ? കെൽവിൻ പെർ മോളാർ അല്ലെ? കെൽവിൻ പെർ മോളാർ, അല്ലെങ്കിലോ കെൽവിൻ പെർ കിലോഗ്രാം പെർ മോൾ, ഓർ കെൽവിൻ കിലോഗ്രാം raised to -1 മോൾ. ഇതാണ് ഇതിന്റെ യൂണിറ്റ്. ഓക്കെ, ഇവിടെ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റിനെ കുറിച്ച് പഠിക്കാം.